ഈശ്വരോന്മുഖമായിട്ടുള്ള ചര്യയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുവരെ സ്വധർമ്മം അനുഷ്ഠിക്കണം. ആദ്യമൊക്കെ ഫലപ്രതീക്ഷയോട് കൂടിയാണ് സ്വധർമ്മം അനുഷ്ഠിക്കുക. വീണ്ടും വിചാരത്തോടു കൂടി സ്വജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ അല്പസുഖങ്ങളാണ്, ദുഃഖങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനോട് അനാസക്തി ഉണ്ടാകും. അങ്ങനെ ക്രമേണ 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 ഈശ്വരോന്മുഖമായ ചര്യയിൽ മുഴുകാൻ സാധിക്കും പൂർണ്ണമായിട്ടും. അങ്ങനെ പൂർണ്ണമായ ഈശ്വരോന്മുഖമായ ചര്യയിൽ മുഴുകുമ്പോൾ യാദൃശ്ചികമായിട്ട് വന്ന് ലഭിക്കുന്നത് അനുഭവിക്കാൻ സാധിക്കും. ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന പല സംഭവങ്ങളും യാദൃശ്ചികമായിട്ട് ഉണ്ടാകുന്നതാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു നാടകമാണ്. നാടകത്തിന്റെ പ്രത്യേകത എന്താ? പ്രതീക്ഷയും അത്ഭുതങ്ങളും, എക്സ്പെക്ടേഷൻസ് ആൻഡ് സർപ്രൈസസ് ആണ് ഒരു നാടകത്തെ നിലനിർത്തുന്നത്. ജീവിതം അതുപോലെയാണ്. അപ്പൊ ഇതിൽ വരുന്നത് പലതും യാദൃശ്ചികമായിട്ടുള്ളതാണ്. യാദൃശ്ചികമായിട്ടുള്ളത് അനുഭവിക്കാം, അതിനെ ത്യജിക്കേണ്ട ആവശ്യമില്ല. യാദൃശ്ചികമായിട്ടുള്ളതിൽ സംതൃപ്തരാകണം എന്ന് മാത്രം. ജീവിതത്തിൽ ഉണ്ടാകുന്ന മിക്കവാറും എല്ലാ സൗഭാഗ്യങ്ങളും ദുഃഖങ്ങളും യാദൃശ്ചികമായിട്ടുണ്ടാകുന്നതാണ്, ഉണ്ടാക്കുന്നതല്ല, നമ്മൾ ഉണ്ടാകുന്നതാണ്. അപ്പൊ അതിൽ സംതൃപ്തരാകണം.